Hi students, welcome to today's chemistry class, Thermodynamics. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ laws of thermodynamics നെ പറ്റിയാണ് പഠിക്കുന്നത്. The thermodynamics is the law of nature and has different laws to be applied. അന്നേരം നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ലോസ് എന്ന് നോക്കാം. തെർമോഡൈനാമിക്സിനകത്ത് സീറോത്ത് ലോ അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആൻഡ് ടെമ്പറേച്ചറിനെ പറ്റിയാണ് സീറോത്ത് ലോ പറയുന്നത്. അതുപോലെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. നമുക്കിവിടെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയുമാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ലോ വർക്ക്, ഹീറ്റ് ആൻഡ് എനർജി ഇവയുടെ റിലേഷനാണ് ഫസ്റ്റ് ലോയ്ക്കകത്ത് പറയുന്നത്. സെക്കൻഡ് ലോയ്ക്കകത്ത് എൻട്രോപ്പി ആണ് ഡീൽ ചെയ്യുന്നത്. നമുക്കന്നേരം ക്ലാസ്സിലേക്ക് കിടക്കാം. Zeroth law of thermodynamics. The zeroth law of thermodynamics states that if two systems A and B are separately in thermal equilibrium with a third system C, then A and B are also in thermal equilibrium with one another. Zeroth law ഇവിടെ A എന്ന് പറയുന്ന സിസ്റ്റം, അതുപോലെ B എന്ന് പറയുന്ന സിസ്റ്റം, എയും ബിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നുമില്ല. അതായത് അഡിയാബാറ്റിക് വോൾസ് ആണ് ഇവർ തമ്മിലുള്ളത്. എന്നാൽ എ എന്ന് പറയുന്ന സിസ്റ്റം സി എന്ന് പറയുന്ന സിസ്റ്റവുമായിട്ട് തെർമൽ എക്സ്ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സിസ്റ്റവും സി എന്ന് പറയുന്ന സിസ്റ്റം തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ അതുകൊണ്ട് എയും ബിയും സിയും ഇതിന്റെ ഫലമായിട്ട് അവർ തമ്മിൽ സെയിം ടെമ്പറേച്ചറിൽ നിൽക്കുന്നു. ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക, തെർമോഡൈനാമിക്സിനകത്ത് 3 ലോസ് ഇപ്പം നമ്മളിവിടെ ഡീൽ ചെയ്യാണ്. സീറോത്ത് ലോ അന്നേരം നമ്മളത് മനസ്സിലാക്കി വേണം പോകാൻ. എന്താണ് സീറോത്ത് ലോ? ഇഫ് ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി, then എ ആൻഡ് ബി ആർ ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് വൺ അനദർ. അതാണ് സീറോത്ത് ലോ. It is observed that a higher temperature object which is in contact with a lower temperature object will transfer heat to the lower temperature object. The two objects will approach the same temperature, and in the absence of loss to other object, they will then maintain a constant temperature. They are then in thermal equilibrium. Thermal equilibrium is the subject of the zeroth law of thermodynamics. എ ബി സി ഇവർ 3 പേരും തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുന്നു. അടുത്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനകത്തുള്ള സിലബസിനകത്തുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്കിൽ പറയുന്നത് ദ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. Therefore, the total energy of universe is a constant. Energy can however be converted from one form to another or transferred from a system to the surrounding. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി, ഡെൽറ്റ ക്യൂ, ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചായിരുന്നു ഇന്റേണൽ എനർജി. എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിനെയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇന്റേണൽ എനർജിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യു എന്ന സിമ്പിൾ വെച്ചാണ്. ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക്, ചേഞ്ച് ഇൻ വർക്കാണ് ഡെൽറ്റ ഡബ്ല്യു. അങ്ങനെ നമുക്കത് വേറൊരു ഇതിൽ എഴുതാം. ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്. അങ്ങനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു delta U plus P delta V. The first law of thermodynamics can be stated as follows. The amount of heat given to a system, amount of heat and Q given to a system is equal to the sum of the increase in the internal energy of the system. That is delta U plus and the external work done, that is equal to P delta V അല്ലെങ്കിൽ W എന്ന് പറയുന്നത്. ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഒരു സിസ്റ്റത്തിനകത്ത് ഹീറ്റ് കൊടുക്കുമ്പോൾ ആ സിസ്റ്റം 2 കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
ഒന്നാമത് ചെയ്യുന്നത് ഇന്റേണൽ എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ അതിന്റെ വർക്ക്, എക്സ്റ്റേണൽ വർക്ക് നടത്താൻ വേണ്ടിയുമാണ് ആ ഹീറ്റ് ഉപയോഗിക്കുന്നത്. അതാണ് ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അനുസരിച്ച് the energy cannot be created nor destroyed, therefore the total energy of the universe is a constant. Okay, then നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതണം ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇത് ഓർത്തിരിക്കുക. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് പ്ലസ് വർക്ക്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ. ക്യൂ എന്ന സിമ്പിൾ വെച്ചാണ് ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യൂ പ്ലസ് ഡബ്ല്യു. എന്നിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്. ഇതിന്റെ അർത്ഥം എന്താണ്? ദ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഏതെങ്കിലും എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തിനെങ്കിലും വേണ്ടി അത് ബാലൻസ് ചെയ്യുന്നു. അതാണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇത് വെച്ച പ്രോബ്ലം ഒക്കെ ചോദിക്കാം. ഇക്വേഷൻ ഓർത്തിരിക്കാം. നമുക്കിപ്പോൾ ഫസ്റ്റ് ലോയെ പറ്റി, തെർമോഡൈനാമിക്കിനെ പറ്റി പറയുവാണെങ്കിൽ എന്തായിരുന്നു? ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലെ. ഇവിടെ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിനെയാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ലേഡി എക്സസൈസ് ചെയ്യുക, ഓടുക, അത് വർക്ക് ചെയ്യുകയാണ് അല്ലെ. ഇവിടെ അത് ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യണം. ടോട്ടൽ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്റേണൽ എനർജി അല്ലെങ്കിൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. വർക്ക് എന്ന് പറയുന്നത് സീറോയേക്കാൾ കൂടുതലാണ്. വർക്ക് സീറോയേക്കാൾ കൂടുതലാണ്. അതുപോലെ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനർജിയുടെ ഫോമാണ്. ഹീറ്റ് എന്ന് പറയുന്നതും സീറോയിൽക്കായും കുറവാണ്. ഹീറ്റ് വർക്ക് കൂടുതലുമാണ്. സീറോയാണ് നമുക്കിവിടെ ബേസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ദി ചേഞ്ച് ഇൻ എ സിസ്റ്റം ഇന്റേണൽ എനർജി ഈസ് റിലേറ്റഡ് ടു ദ ഹീറ്റ് ആൻഡ് വർക്ക്. അന്നേരം ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഹീറ്റിനോടും വർക്കിനോടും റിലേറ്റഡ് ആണ്. അതാണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു യു എഫ് മൈനസ് യു ഐ. അതായത് യു എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ യു ഐ എന്ന് കൊടുക്കാതെ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം സ്റ്റാർട്ട് മൈനസ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എൻഡ്. അന്നേരം യു മൈനസ് യു എഫ് മൈനസ് യു ഐ എന്ന് കൊടുത്തത് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ക്യൂ മൈനസ് ഡബ്ല്യു. വാട്ട് ഈസ് ക്യൂ? ക്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് തെർമൽ എനർജി ഫ്ലോയിങ് ഇൻ ടു സിസ്റ്റം ഡ്യൂറിംഗ് പ്രോസസ്. ഇവിടെ ക്യൂവിന് രണ്ട് സൈൻ ആകാം. ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്? ക്യൂ പോസിറ്റീവ് വെൻ സിസ്റ്റം ഗെയിൻ ഹീറ്റ്. സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടുവാണെങ്കിൽ ക്യൂ പോസിറ്റീവ് ആകുന്നു. ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നത് വെൻ സിസ്റ്റം ലോസസ് ഹീറ്റ്. സിസ്റ്റത്തിന് ഹീറ്റ് നഷ്ടപ്പെടുവാണെങ്കിൽ അന്നേരം സിസ്റ്റത്തിന്റെ ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അന്നേരം ക്യൂ എന്ന് പറയുന്നത് രണ്ട് സൈൻ ഉണ്ടാകാം, പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വെൻ സിസ്റ്റം ഗെയിൻ ഹീറ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആകുന്നു ക്യൂവിന്റെ വാല്യൂ. അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ വെൻ സിസ്റ്റം ലോസസ് ഹീറ്റ്. ഓക്കെ, അടുത്ത ഡബ്ല്യു, ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നതാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. പോസിറ്റീവ് ആണ് എപ്പോഴാണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. പോസിറ്റീവ് വെൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. നെഗറ്റീവ് വെൻ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഡബ്ല്യു വർക്കിനുമുണ്ട് പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്കിന്റെ ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ പറയുന്നത്. ഇവിടെ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം സ്റ്റാർട്ട് മൈനസ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ക്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് തെർമൽ എനർജി ഫ്ലോയിങ് ഇൻ ടു ദ സിസ്റ്റം ഡ്യൂറിംഗ് പ്രോസസ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അനുസരിച്ച് നമുക്കിവിടെ പറയാൻ സാധിക്കും എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ. വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റിന്റെയും വർക്കിന്റെയും കൂടെ ഹീറ്റ് പ്ലസ് വർക്കാണ്.
let an amount of delta Q be applied to a system. This heat will be utilized for two purposes. രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. To change the thermal system and to change the mechanical state of the system. അതായത് മെക്കാനിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ വോളിയം എന്നർത്ഥം. When system receives heat, the molecule of the system move more. As a result, internal energy of the system increases. അതായത് സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടുമ്പോൾ അവിടുത്തെ മോളിക്യൂൾസ് സ്പീഡിൽ മൂവ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. അതാണ് ഡെൽറ്റ യു എന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി. അടുത്തായിട്ട് പറയാണ് when heat is supplied, volume of the system may increase. വോളിയം ഓഫ് ദ സിസ്റ്റം ഇൻക്രീസ് ചെയ്യാം. If pressure P of the system is constant and volume increases by delta V, അതായത് V final minus V initial that is equal to change in volume എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുക. The work done by the gas against pressure that is equal to delta W that is equal to P delta V. P delta V എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഹീറ്റ് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടു ചേഞ്ച് ദ തെർമൽ സിസ്റ്റം ഓഫ് ദ തെർമൽ സിസ്റ്റം, അതുപോലെ ടു ചേഞ്ച് ദ മെക്കാനിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരു കേസ് എടുക്കുകയാണ്. ലെറ്റ് us consider the general case in which change of state is brought about both by doing work and by transfer of heat. ഒരു സിസ്റ്റത്തിനകത്തെ വർക്കും ഹീറ്റും കൂടെ നമ്മൾ പറയുകയാണ്. We write change in internal energy. Change in internal energy delta U that is equal to Q plus W. എന്താണ് U? U എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ്, W എന്ന് പറഞ്ഞാൽ വർക്ക്. അതാണ് ഡെൽറ്റ U that is equal to Q plus W. For a given change in state, Q and W vary depending on how the change is carried out. ഇവിടെ ഹീറ്റും വർക്കും വേരി ചെയ്യുന്നു. അതെങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ ചേഞ്ചസ് ഇസ് ക്യാരിഡ് ഔട്ട്. ഹൗവർ Q പ്ലസ് W എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് തുല്യമാണ്? ഡെൽറ്റ യുവിന് തുല്യമാണ്. വിൽ ഡിപ്പെൻഡ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ വേ the change is carried out. If there is no transfer of energy as heat or as work. ഇവിടെ സിസ്റ്റത്തിന്റെ പേര് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് നോ ട്രാൻസ്ഫർ ഓഫ് എനർജി അല്ലെങ്കിൽ ഹീറ്റ്, അന്നേരം അവിടെ നമുക്ക് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. therefore W equal to 0 and Q equal to 0. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായി വരുന്നു? 0 ആയി വരുന്നു. നമ്മളിവിടെ ഡെൽറ്റ യു 0 ആകുന്ന കൺസെപ്റ്റ് പറയുകയാണ്. Q 0യും W 0യും ആകുമ്പോൾ അത് ഡെൽറ്റ യു എന്താകുന്നു? 0 ആയി മാറുന്നു. ഓക്കെ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുകയാണ്. എപ്പോഴാണ്? ഹീറ്റിന്റെ വാല്യൂ 0യും ഡബ്ല്യൂയുടെ വാല്യൂ 0യും ആയിട്ട് വരുമ്പോൾ അതിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓൾസോ 0. നമ്മളിപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ആണ് പഠിച്ചത്. അതിനെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് എന്ന് പറയുമ്പോൾ അതിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് വരേണ്ടത്. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് W. വാട്ട് ഈസ് ഡെൽറ്റ യു? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിനെയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അന്നേരം ചേഞ്ച് ഡെൽറ്റ എന്നുകൊണ്ട് അർത്ഥം ചേഞ്ച് എന്നാണ്. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥം വരിക. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് W. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ്, W എന്ന് പറഞ്ഞാൽ വർക്ക്. ഓക്കെ, ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ. എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം വെൻ. രണ്ട് കേസ് പറയാണ്. ഒന്ന്, നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ് ബട്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഹീറ്റ് അവിടെ അബ്സോർബ് ചെയ്തിട്ടില്ല. നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്. അങ്ങനെയുള്ള കണ്ടീഷൻ ഏതാണ്? അഡിയാബാറ്റിക് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അഡിയാബാറ്റിക് കണ്ടീഷൻ? അഡിയാബാറ്റിക് കണ്ടീഷനകത്ത് നോ ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെ. നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ് ബട്ട് വർക്ക് ഉണ്ട് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദ സിസ്റ്റം ഹാവ്?
നമുക്ക് പറയാം ഏത് വാളാണ്? അഡിയാബാറ്റിക് വാളാണ്. അഡിയാബാറ്റിക് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അതാണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇവിടെ Q എന്ന് പറയുന്നത് എന്താണ്? നോ ഹീറ്റ്, സീറോ ആയിട്ട് വരുന്നു, നോ ഹീറ്റ് അബ്സോർഡ്. അതുകൊണ്ട് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്കാണ്. വർക്കിന്റെ എന്താണ്? വർക്കിന്റെ വോളാണ്. അഡിയാബാറ്റിക് വർക്കാണത്, അഡിയാബാറ്റിക്. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു അഡിയാബാറ്റിക്. ഓക്കെ. No work done on the system but Q amount of heat is taken out from. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും? അവിടുത്തെ നമ്മൾ ഫസ്റ്റ് ലോ അന്നേരം ഓർത്തിരിക്കുക. ഫസ്റ്റ് ലോ എന്താണ്? ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു. പിന്നെ ആ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ പറയുകയാണ് നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ബട്ട് Q amount of heat is taken out from the system. ഫ്രം ദ സിസ്റ്റത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? സൈൻ എന്തായിരിക്കും വരുന്നത്? മൈനസ് ആയിരിക്കും. മൈനസ് ഫ്രം ദ സിസ്റ്റത്തിലായതുകൊണ്ട് മൈനസ് ആയിരിക്കും. ആൻഡ് ഗിവൺ ടു ദ സറൗണ്ടിങ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് മൈനസ് Q എന്ന് പറയുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് വോൾ ഡസ് ദ സിസ്റ്റം ഹാവ്? നമ്മൾ പറയുകയാണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യുക്കകത്ത് നമുക്ക് പറയാൻ സാധിക്കും അവിടെ സീറോ ആണ്. ഇവിടെ എന്തായാലും ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് Q. തെർമലി കണ്ടക്ടിങ് വോൾസ് ആണുള്ളത്. തെർമലി കണ്ടക്ടിങ് വോൾസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. W amount of work is done by the system and Q amount of heat is supplied to the system. What type of system would it? നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് ആ ക്വസ്റ്റ്യൻ എന്താണ്? W amount of work is done by the system. വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആയതുകൊണ്ട് വർക്കിന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. ആൻഡ് Q amount of heat is supplied to the system. സിസ്റ്റത്തിന് സപ്ലൈ ചെയ്യുകയാണ് Q. അതുകൊണ്ട് Qന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ദെൻ നമ്മുടെ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു. അത് ആ ഇക്വേഷൻ എന്താവുന്നു? ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു. Q മൈനസ് ഡബ്ല്യു ആകുമ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റമാണിത്. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q മൈനസ് ഡബ്ല്യു. ഓക്കെ. അടുത്താണ് വർക്ക് പ്രഷർ. വർക്ക് പ്രഷർ വോളിയം വർക്ക് എന്നുള്ളത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അനുസരിച്ച് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് ഡബ്ല്യു അല്ലേ? ഇവിടെ വർക്ക് എങ്ങനെയാണ്? വർക്കും പ്രഷർ വോളിയം വർക്കും തമ്മിലുള്ള റിലേഷൻ. ഫോർ അണ്ടർസ്റ്റാൻഡിങ് പ്രഷർ വോളിയം വർക്ക് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു സിലിണ്ടർ വിച്ച് കണ്ടെയ്ൻ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. എന്താണ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ? PV that is equal to nRT. Pressure volume that is equal to number of moles into gas constant into temperature. ഉള്ള ഇക്വേഷൻ അനുസരിക്കുന്ന ഏത് ഗ്യാസിനെയും ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നു. നമ്മളിവിടെ ഒരു സിലിണ്ടർ എടുത്തു. ആ സിലിണ്ടറിനകത്ത് 1 mole ഐഡിയൽ ഗ്യാസ് എടുത്തു. ഫിറ്റ് വിത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ആൻഡ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് P. പ്രഷർ P ആണ്. ഇഫ് എക്സ്റ്റേണൽ പ്രഷർ ഈസ് P external which is greater than pressure, piston is moved inward till the pressure inside become equal to P external. Let this change be achieved in single step and the final volume be VF. ഒരു ഐഡിയൽ ഗ്യാസ് 1 mole ഐഡിയൽ ഗ്യാസിനെ ഒരു സിലിണ്ടറിനകത്ത് എടുത്ത് അതിനെ നമ്മൾ പിസ്റ്റൺ വെച്ച് മൂവ് ചെയ്യിക്കുന്നു. എന്നിട്ട് അവിടെ നടക്കുന്ന ആ ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. വോളിയം ഫൈനൽ വോളിയം VF ആയി മാറുന്നു ഗ്യാസിന്റെ. During this compression, suppose piston moves a distance L and its cross-sectional area of piston is A. നമ്മളിവിടെ കാണുകയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. കംപ്രഷൻ ആണ് നടക്കുന്നത്. വോളിയം ചേഞ്ചസ് L into A. ഡെൽറ്റ V എന്ന് പറയുന്നത് VF മൈനസ് VI. അതായത് വോളിയം ഓഫ് ഫൈനൽ മൈനസ് വോളിയം ഓഫ് ഇനീഷ്യൽ. വോളിയത്തിന് ചേഞ്ച് വരുന്നു, വോളിയത്തിന് വ്യത്യാസം വരുന്നു. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. Therefore, force on the piston P external. A, if W is the work done on the system by movement of the piston, നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് P external ഇൻറ്റു A ഇൻറ്റു L ആണ് ഡിസ്പ്ലേസ്മെന്റ്. Therefore, that becomes minus P external into volume of final minus volume of initial state. അതാണ് വർക്ക് ഡൺ
ഇവിടെ വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പ്രഷർ എക്സ്റ്റേണൽ ഇൻറ്റു ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. നമുക്കിവിടെ ഇന്റഗ്രേഷൻ എന്നൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇവിടെ കൊണ്ടുവരികയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സമ്മേഷൻ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ഇന്റഗ്രേഷൻ. വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ബി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. ഇത് ഓർത്തിരിക്കുക. വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു പുതിയ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ഇന്റഗ്രേഷൻ മൈനസ് ഇന്റഗ്രൽ ബി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയത്തെയാണ് ഡി വി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ അറിയാം പി എക്സ്റ്റേണൽ അറ്റ് ഈച്ച് സ്റ്റേജ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ഡി പി. In case of compression in an expansion process under similar condition, the expansion ആണെങ്കിൽ P external that is equal to P minus dP. In general case നമ്മൾ എടുക്കുകയാണ് P external that is equal to P plus dP. Such process are called reversible process. എന്താണ് reversible process? നമ്മൾ പഠിച്ചിട്ടായിരുന്നല്ലോ reversible process. A process is said to be reversible if change is brought out in such a way that the process could at any moment be reversed by an infinitely changes. അതാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. A reversible process proceeds infinitely slowly by a series of equilibrium states. ഇനി റിവേഴ്സിബിൾ പ്രോസസ് അല്ലാതെ അടുത്ത് തന്നെയാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന നമ്മുടെ നേച്ചറിലൊക്കെ കാണുന്ന സാധാരണയുള്ള പ്രോസസ്സ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. നമുക്ക് അതിന്റെ വർക്കിന്റെ ഇക്വേഷൻ വർക്ക് അഡിയാബാറ്റിക് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ബി ഇനീഷ്യൽ ടു ബി ഫൈനൽ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. നമുക്കിവിടെ പി എക്സ്റ്റേണൽ നമ്മളിവിടെ ഇക്വേഷൻ കൊടുക്കുകയാണ്. പി പ്ലസ് ഡി പി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിവിടെ കിട്ടുകയാണ് ഡി പി ഇൻറ്റു ഡി വി ഇസ് വെരി സ്മോൾ. അതുകൊണ്ട് നമുക്ക് ഡബ്ല്യു അഡിയാബാറ്റിക് വർക്ക് അഡിയാബാറ്റിക് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ബി ഇനീഷ്യൽ ടു ബി ഫൈനൽ പി ഇൻറ്റു ഡി വി. നമുക്കിവിടെ അറിയാം ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിരുന്നു. ഐഡിയൽ ഗ്യാസിനെ കംപ്രസ് ചെയ്തത് അല്ലെ. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ എന്താണ്? പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആർ ടി. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്നുള്ള ടേമിലോട്ടായി. നമ്മൾ ആ ഇക്വേഷനെ പ്രഷറിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഡബ്ല്യു റിവേഴ്സിബിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ വി ഇനീഷ്യൽ ടു വി ഫൈനൽ പിക്ക് വരെ നമ്മൾ കൊടുക്കുകയാണ് എൻ ആർ ടി ബൈ വി എന്നുള്ള ഇക്വേഷൻ കൊടുക്കുകയാണ്. എൻ ആർ ടി ഇൻറ്റു ഡി വി ബൈ വി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ആർ ടി. ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് ഇ കൊണ്ടുവരുവാണ്. മൈനസ് എൻ ആർ ടി നാച്ചുറൽ ലോഗരിതം വി എഫ് ബൈ വി ഐ. ഇനി നാച്ചുറൽ ലോഗരിതം നമുക്ക് ലോഗ് ബേസ് 10 ആക്കാൻ വേണ്ടി 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ. ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കണം. ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. വർക്ക് റിവേഴ്സിബിൾ വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 എൻ ആർ ടി ലോഗരിതം വി എഫ് ബൈ വി ഐ. ഓക്കെ, വാട്ട് ഈസ് വി എഫ്? ഫൈനൽ വോളിയം. വി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വോളിയം. നമ്മളിവിടെ വർക്ക് റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ വർക്കാണ് നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിച്ചത്. എന്നാൽ ഇക്വേഷൻ ഒന്നും കൂടെ ഓർത്തിരിക്കുക. മൈനസ് 2.303 എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ. ഒരു ഗ്യാസ്, ആ ഗ്യാസ് ഇക്വേഷൻ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. പ്രഷറും വോളിയവും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ഹൈപ്പർബോളിക് ഒരു കർവാണ് ഇവിടെ കാണുന്നത്. The curve AB is called isothermal curve. Where pressure into volume. നമ്മൾ ബോയിൽസ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബോയിൽസ് ലോ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് ബോയിൽസ് ലോ. എന്തായിരുന്നു പറഞ്ഞിരുന്ന ബോയിൽസ് ലോയ്ക്കകത്ത്? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ്. Temperature remain constant. Boyle's law can be applied to study this change. Hence, equation of state for isothermal change is given by pressure into volume that is equal to a constant. അതാണ് നമ്മൾ പി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ടി എന്നുള്ള കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. കൺസിഡർ സം ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ എ പാരലൽ കണ്ടക്ടിംഗ് മെറ്റീരിയൽ ഫിറ്റ് വിത്ത് ആൻ എയർ ടൈറ്റ് പിസ്റ്റൺ.
As the gas is compressed, heat is liberated. Gas compress ചെയ്യുമ്പം heat liberate ചെയ്യുന്നു. അതിൻ്റെ എന്തായിരുന്നു അവിടുത്തെ കണ്ടീഷൻ? Gas contained in a barrel conducting material fitted with an airtight piston. അതായിരിക്കണം അവിടുത്തെ കണ്ടീഷൻ. As the gas is compressed, heat is liberated. The liberated heat goes out to keep the temperature constant. When the gas is expanded, heat is absorbed. But അതാണ് പെട്ടെന്ന് നല്ല വീർത്തിരിക്കുന്ന ഒരു ബലൂൺ പെട്ടെന്ന് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അവിടെ ഒരു കൂളിംഗ് നടക്കുന്നു. അതായത് when the gas is expanded, heat is absorbed. This absorption is compensated by the transfer of heat from the surrounding. Again, keeping the temperature constant. Such a change is called an isothermal change or a process. Isothermal change or process. In the graph version, we can see the pressure and volume graph. Free expansion. Expansion of gas in vacuum. P external, that is equal to 0, is called a free expansion. Or expansion of gas in vacuum. Then pressure that is equal to 0. That free expansion. No work is done during free expansion of an ideal gas. Work nadakunnilla. Whether the process is reversible or irreversible. Reversible aanil irreversible aanil avada nadakunnilla. അതുകൊണ്ട് W that is equal to minus P external into delta V. Therefore, delta U. What is delta U? Change in internal energy that is equal to, നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് change in internal energy? Q plus W എന്നാണ്. ഇവിടെ W ന്റെ വാല്യൂ എത്രയാണ്? minus P into delta V ആണ്. Therefore, delta U that is equal to Q minus P into delta V. ഇവിടെ നമ്മൾ പഠിച്ചു വാക്യൂമിനകത്ത് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി Q മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വിക്കകത്ത് പിയുടെ വാല്യൂ 0 ആയി പോയാൽ എന്ത് മാത്രമേ അവിടെ വരത്തുള്ളൂ? Q മാത്രമേ വരത്തുള്ളൂ. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറയുന്നു. വാട്ട് ഈസ് ക്യൂ വി? ക്യൂ വി എന്ന് പറഞ്ഞ അർത്ഥം കോൺസ്റ്റന്റ് ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് ക്യൂ വി. നമ്മളിവിടെ ഫ്രീ എക്സ്പാൻഷനകത്ത് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി. എന്താണ് കാരണം? അവിടെ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. പ്രഷർ 0 ആകുമ്പോൾ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വിക്കകത്ത് പി ഡെൽറ്റ വി 0 പി എന്തായാലും 0 ആയിട്ട് പോകുന്നു. 0 ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ കിട്ടുന്നു. ഇനി അവിടെ ഹീറ്റ് സപ്ലൈ ചെയ്തത് കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് നമ്മൾ ആ ക്യൂവിന് താഴെ വി എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നു. അതായത് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ക്യൂ വി. ആ ക്യൂ വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിനകത്ത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി. ഓക്കെ, ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. നമ്മളെന്നാൽ ഇവിടെ പലതരത്തിലുള്ള വർക്കിനെ പറ്റിയാണ് പഠിച്ചത്. നമുക്ക് നോക്കാം. ഐസോതെർമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഐസോതെർമലിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. എക്സ്പാൻഷൻ ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻടു വാക്യൂം. വാക്യൂമിനകത്ത് വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്. Joule determined experimentally that Q equal to 0, therefore delta U equal to 0. Delta U that is equal to Q plus W can be expressed for isothermal, irreversible and reversible changes. നമുക്ക് ഇവിടെ പറയാം isothermal irreversible changeനെ Q that is equal to minus W. ഓർത്തിരിക്കുക, isothermal irreversible change ആ ചേഞ്ചിനകത്ത് അതിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യുവിന് തുല്യമായിരിക്കും. മൈനസ് ഡബ്ല്യു ദാറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു പ്രഷർ ഇൻറ്റു വോളിയം ഫൈനൽ മൈനസ് വോളിയം ഇനീഷ്യൽ. ഓക്കെ, ഇത് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കണം, പ്രോബ്ലത്തിന് ചോദിക്കാം. അതുപോലെ റിവേഴ്സിബിൾ പ്രോസസ്സിന് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. അത് നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു NRT നാച്ചുറൽ ലോഗരിതം VF ബൈ VI ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ബേസ് 10 മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്?
നാച്ചുറൽ ലോഗരിതത്തെ 2.303 കൊണ്ട് ഗുണിച്ചാൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 2.303 nRT ലോഗ് VF/VI. ഇക്വേഷൻ കാണാതെ പഠിക്കുക. റിവേഴ്സിബിൾ പ്രോസസ്സിനകത്ത് W അല്ലെങ്കിൽ Q ദാറ്റ് ഇസ് ഈക്വൽ ടു -W ദാറ്റ് ഇസ് ഈക്വൽ ടു 2.303 nRT ലോഗ് VF/VI. ഓക്കെ. അടുത്താണ് അഡിയാബാറ്റിക് ചേഞ്ച്. അഡിയാബാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലായിട്ട് പറയണം Q ഈക്വൽ ടു 0 ചേഞ്ച്, നോ ഹീറ്റ് ചേഞ്ച്. നോ ഹീറ്റ് ചേഞ്ച് ആകുമ്പോൾ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു സാധാരണ രീതിയിൽ എന്താ വരേണ്ടത്? ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q+W. Q എന്താണ് ഇവിടെ 0 ആയിട്ട് വരുന്നത്, അതുകൊണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു W അഡിയാബാറ്റിക്. ഈ മൂന്ന് ഇക്വേഷൻസ് റിവേഴ്സിബിളിന്റെയും അഡിയാബാറ്റിക് ചേഞ്ചിന്റെയും ഇക്വേഷൻസ് കാണാതെ പഠിക്കുക. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും പഠിച്ചതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അടുത്തതാണ് എൻതാൽപ്പി. എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. തെർമോഡൈനാമിക്കിനകത്ത് ഒരു പ്രോപ്പർട്ടിയാണ് എൻതാൽപ്പി, സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതായത് സ്റ്റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ സിസ്റ്റം ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത് സറൗണ്ടിങ്സ് ബൈ ഹീറ്റ്, ഇറ്റ്സ് ഇന്റേണൽ എനർജി ആൻഡ് എൻതാൽപ്പി ആർ ചേഞ്ച്ഡ്. നമ്മളിപ്പോ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുകയാണ് എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റിനെയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി ഇവിടെ 0യുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഹീറ്റ് എന്ന് പറയുന്നത് 0യേക്കാളും കൂടുതലാണെങ്കിൽ ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുടെ വാല്യൂ 0യേക്കാൾ കുറവായിരിക്കും. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 0യേക്കാൾ കുറവായിരിക്കും. അതുപോലെ ഹീറ്റ് ഈസ് അബ്സോർബ്. അബ്സോർബ് എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ വാല്യൂ 0യേക്കാളും കുറവാണ്. ഇവിടെ ആദ്യത്തെ കേസ് എന്തായിരുന്നു? ഹീറ്റ് ഈസ് ലിബറേറ്റഡ് എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ 0യേക്കാളും കൂടുതലായിരുന്നു. ഇവിടെ ഹീറ്റ് ഈസ് അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ 0യേക്കാളും കുറവായിരിക്കുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0യേക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 0യേക്കാളും കൂടുതലാണ്. ദ വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഈസ് കറസ്പോണ്ടിങ് ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് Q വിച്ച് ഈസ് അബ്സോർബ് ഓർ ഇവോൾവ്ഡ് ഇൻ എനി കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് Q ദാറ്റ് ഈസ് ഈക്വൽ ടു -ΔH. ഓക്കെ, Q ദാറ്റ് ഈസ് ഈക്വൽ ടു -ΔH. എൻതാൽപ്പി. എൻതാൽപ്പി എന്താണ്? സിസ്റ്റത്തിന്റെ ഹീറ്റ് കണ്ടന്റിനെയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇവിടെ ഹീറ്റ് അബ്സോർബ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം QV അല്ലെ, ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു QV. അത് എപ്പോഴാണ്? ഹീറ്റ് അബ്സോർബ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു QV. But most of chemical reactions are carried out not at constant volume, but in flask or test tube under constant atmospheric pressure. നമ്മളിവിടെ കോൺസ്റ്റന്റ് വോളിയത്തിനകത്ത് മിക്ക റിയാക്ഷൻസും നടക്കുന്നില്ല. നമ്മൾ അതിന് അടുത്തായിട്ട് എഴുതുകയാണ് ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു QP - P ഡെൽറ്റ V അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. QP എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റം. QP ഫ്ലാസ്കിലും ടെസ്റ്റ് ട്യൂബിലും ഒക്കെ കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയർ പ്രഷറിനകത്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് QP എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? Q+W ആണ്. Q+Wക്ക് ഇവിടെ Q ഹീറ്റ് നമ്മളൊരു പ്രത്യേക ടേമിൽ എഴുതുകയാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കൊടുക്കുകയാണ് QP. W നമുക്കറിയാം ചാർജ് വരുന്നുണ്ട്, മൈനസ് ചാർജ് വരുന്നുണ്ട്, -P ഡെൽറ്റ V എന്ന് പറഞ്ഞിരിക്കുന്നത്. Where QP is heat absorbed by the system and -P delta V represent expansion work done by the system. സിസ്റ്റം നടത്തിയ എക്സ്പാൻഷൻ വർക്കാണ് -P delta V എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇക്വേഷൻ എഴുതുകയാണ്. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q × -P delta V ആയിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ ഡെൽറ്റ യുവിന് U2 - U1 എന്ന് പറയാം. എന്താണ് U2? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ചേഞ്ച് ഇൻ internal energy that is equal to U2 minus U1 that is equal to QP minus P into V2 minus V1 എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഓൺ റീഅറേഞ്ചിങ് നമുക്ക് ഇവിടെ എഴുതാം. QP that is equal to U2 plus ഇവിടെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണ് ഈ ഇക്വേഷന്. എന്നിട്ട് നമുക്ക് കിട്ടുവാണ് QP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ that is equal to U2 plus P2 into V2 minus U1 plus P1 into P into V1.
We can define another thermodynamic function, enthalpy. ഇവിടെ പുതിയൊരു ടേം കൊണ്ടിരിക്കുകയാണ്, enthalpy എന്നുള്ള ടേം കൊണ്ടിരിക്കുകയാണ്. Enthalpy ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് enthalpy ഉടലെടുത്തിരിക്കുന്നത്. Enthalpyന്റെ അർത്ഥം to warm or heat content. നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, enthalpy എന്ന് കേൾക്കുമ്പോഴേ ഹീറ്റ് കണ്ടന്റ്, സിസ്റ്റത്തിന്റെ ഹീറ്റ് കണ്ടന്റിനെയാണ് enthalpy എന്ന് പറയുന്നത്. enthalpy എന്ന പദം എവിടുന്നാണ് വന്നത്? ഗ്രീക്ക് പദമായ എൻതാൽപ്പിയൻ എന്നാണ് അർത്ഥം. എൻതാൽപ്പിന്റെ അർത്ഥം ടു വാം ഓർ ഹീറ്റ് കണ്ടന്റ് എന്നാണ്. ഓക്കെ, നമുക്കിവിടെ വരികയാണ് എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു, എൻതാൽപ്പി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയത്തിന്റെയും കൂടെ ആകെത്തുകയാണ് എൻതാൽപ്പി. പുതിയൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിലോട്ടാണ് നമുക്ക് വരേണ്ടിയിരുന്നത്. എൻതാൽപ്പിയുടെ ഇക്വേഷൻ, എൻതാൽപ്പിയുടെ ഇക്വേഷൻ ആണ് H that is equal to internal energy plus pressure volume. U എന്ന് പറയുന്നതാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിയുടെയും പ്രഷറിന്റെയും വോളിയത്തിന്റെയും ആകെത്തുകയാണ് ഹീറ്റ് കണ്ടന്റ് ആയ H. ഓക്കെ, നമുക്കിവിടെ പറയാം ഇക്വേഷൻ ബിക്കംസ് QP that is equal to H2 minus H1 that is equal to delta H. ഇവിടെ QPക്ക് നമുക്ക് ഡെൽറ്റ H എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിവിടെ കാണുകയാണ് ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇവിടെ ഡെൽറ്റ എച്ച് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ പാത്ത് ഫംഗ്ഷൻ ആണോ നോക്കാം. ഡെൽറ്റ എച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എങ്ങനെ പാത്തിനെ ഡിസൈൻ ചെയ്യുന്നല്ല, അതിന്റെ സ്റ്റേറ്റിനെയാണ് നമ്മളത് ആശ്രയിച്ചാണ് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ. ക്യൂ ഇസ് പാത്ത് ഡിപ്പെൻഡ് ഫംഗ്ഷൻ. നമുക്കറിയാം ഹീറ്റ് പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. എച്ച് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇന്റേണൽ എനർജി, പ്രഷർ ആൻഡ് വോളിയം. നമ്മളിവിടെ ക്യൂ എന്ന് പറയുന്ന പാത്ത് ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻ ആണ്. എന്നാൽ എൻതാൽപ്പി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. കാരണം എൻതാൽപ്പി ആരെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്? ഇന്റേണൽ എനർജിനെയും പ്രഷറിനെയും വോളിയത്തിനെയും ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് എഴുതാം ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി. അതായത് പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, വി ക്യാൻ റൈറ്റ് ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി. ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. ഡെൽറ്റ എച്ചിന് വാല്യൂസ് ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ്, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ്. ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. എന്നാൽ ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മൈനസ് എന്നുള്ള സൈൻ വരുന്നത് കേട്ടോ, മൈനസ്. അതുപോലെ അതിന്റെ അർത്ഥം എന്താണ്? വിച്ച് എവോൾവ് ഹീറ്റ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. And delta H is positive for endothermic reaction which absorb heat from the surrounding. നമുക്കറിയാം ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത് ഹീറ്റ് കൊടുത്താൽ, വെള്ളത്തിനും കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്തോട് ഹീറ്റ് കൊടുക്കണം. അതെന്താണ്? ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, വെറുതെ ഓർത്താൽ മതി. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് എൻഡോതെർമിക്. ഇനി എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എവോൾവ് ചെയ്യുന്നതാണ് എക്സോതെർമിക്. ബോംബ് എക്സ്പ്ലോഷനൊക്കെ എക്സോതെർമിക്. At a constant volume delta H that is equal to delta U that is equal to QV. Constant volume ഇതിനകത്ത് അന്നേരം നമുക്ക് എഴുതാം PV that is equal to nRT. അന്നേരം നമ്മളിവിടെ പഠിക്കുകയാണ് ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു QV. PV ദാറ്റ് ഈസ് ഈക്വൽ ടു nRT. നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യാം. രണ്ട് ഗ്യാസ് എടുക്കുകയാണ്. Na NB നമ്പർ ഓഫ് മോൾസ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് Na, അതുപോലെ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ് NB. അങ്ങനെയാണെങ്കിൽ രണ്ട് ടൈപ്പ് എടുക്കുകയാണ്. VA ദാറ്റ് ഈസ് ഈക്വൽ ടു nRTക്കകത്ത് VA P ഇൻറ്റു VA ദാറ്റ് ഈസ് ഈക്വൽ ടു NaRT. രണ്ടാമത്തെ ഗ്യാസ് PVB ദാറ്റ് ഈസ് ഈക്വൽ ടു NB ഇൻറ്റു RT. കമ്പൈനിങ് ബോത്ത് ദീസ് ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ് PVA മൈനസ് PVB ദാറ്റ് ഈസ് ഈക്വൽ ടു NB മൈനസ് Na ഇൻറ്റു RT. Therefore P into VB minus VA that is equal to NB minus Na into RT. അത് നമുക്ക് ആ VB minus VA നമുക്ക് ഡെൽറ്റ V എന്ന് കൊടുക്കാം. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. പ്രഷർ ഇൻറ്റു ഡെൽറ്റ V ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ N RT. നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് ഇക്വേഷനോട്ട് കൊണ്ടുവരികയാണ്. P ഡെൽറ്റ V ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ N RT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ നമ്മൾ രണ്ട് രീതിയിലായിട്ട് എടുക്കുകയാണ്. P ഡെൽറ്റ V ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ N RT. ഓക്കെ, നമ്മളിപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കണ്ടു. അതുപോലെ തന്നെ എൻതാൽപ്പി, ഹീറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയത്തിന്റെയും കൂടെ ആകത്തുകയാണ് H ദാറ്റ് ഈസ് ഈക്വൽ ടു
internal energy plus PV, H that is equal to U plus PV എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അല്ലേ. ഇനി അടുത്താണ് ഈ സിസ്റ്റത്തിനകത്ത് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വി മെഷർ ഹീറ്റ് കപ്പാസിറ്റി ബൈ ദ മെഷർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷൻ ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ. അതുകൊണ്ട് Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഹീറ്റ്. Heat that is equal to coefficient into delta T. Q that is equal to C into delta T. C എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി. അന്നേരം heat that is equal to heat capacity into change in temperature. When C is large, the amount of heat given out result in very small rise in temperature. C എന്ന് പറഞ്ഞാൽ heat capacity. Heat capacity is directly proportional to the amount of substance. The molar heat capacity of a substance എന്ന് പറയുന്നത് 1 mol സബ്സ്റ്റൻസിന്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ്. നമ്മളിവിടെ പുതിയൊരു ടേം പഠിക്കുകയാണ്. ഹീറ്റ് കപ്പാസിറ്റി ഹീറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. Q ഇൻറ്റു സി ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു C ഇൻറ്റു ഡെൽറ്റ T, where C that is called heat capacity. എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഗ്യാസ്? There are two specific heats for gas. ഒന്ന് specific heat at a constant volume. Heat capacity ആണ് C. എന്നാൽ അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം ആണ് CV. അതുപോലെ തന്നെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ട്, അതാണ് CP. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ is the amount of heat required to raise the temperature of 1 mole of the gas through 1 Kelvin. അതായത് 1 മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ്. അവിടെ വോളിയം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് CV എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CV. ഓക്കെ, CV എന്ന് പറഞ്ഞാൽ 1 മോൾ സബ്സ്റ്റൻസിന്റെ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ റേസ് ചെയ്യുന്നതിന് ആവശ്യമായ ഹീറ്റിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് CP, മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് ദ ഗ്യാസ് ത്രൂ 1 കെൽവിൻ. 1 മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ കൂട്ടാൻ വേണ്ടി എടുക്കുന്ന ആ ഹീറ്റിനെയാണ് when the pressure is kept constant, അതാണ് CP. നമ്മൾ CVയും പഠിച്ചു, CPയും പഠിച്ചു. ഓക്കെ, ഇവര് CVയും CPയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതിവിടെയാണ് നമുക്ക് പറയാം. ഇവിടെ CP മൈനസ് CV ദാറ്റ് ഈസ് ഈക്വൽ ടു R. CP മൈനസ് CV ദാറ്റ് ഈസ് ഈക്വൽ ടു R. വാട്ട് ഈസ് R? R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ CP ആണെങ്കിൽ, മോളാർ ഹീറ്റ് കോൺസ്റ്റന്റ് കപ്പാസിറ്റി ഓഫ് കോൺസ്റ്റന്റ് വോളിയം CV ആണെങ്കിൽ CP മൈനസ് CV ദാറ്റ് ഈസ് ഈക്വൽ ടു R ഫോർ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. CP മൈനസ് CV ദാറ്റ് ഈസ് ഈക്വൽ ടു R എന്നുള്ള ഇക്വേഷൻ. At constant volume, the heat capacity at a constant volume is denoted by CV. Constant pressure CP. The relationship between them as follows. At constant volume, QV that is equal to CV into delta T that is equal to delta U. നമ്മളിപ്പോൾ ഇവിടെ ഇന്റേണൽ എനർജിയെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? കോൺസ്റ്റന്റ് വോളിയത്തിൽ പറയാണ് CV into delta T that is equal to delta U. കോൺസ്റ്റന്റ് പ്രഷറിനകത്ത് പറയാണ് QP, heat at constant pressure QP that is equal to CP into delta T that is equal to delta H. What is delta H? Enthalpy. Enthalpy-നെയാണ് delta H. നമ്മളിപ്പോൾ പുതിയ 2 തരത്തിലുള്ള ഇക്വേഷൻ പഠിക്കുകയാണ്. ഡെൽറ്റ യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിനകത്തെ ഹീറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു CV into delta T. ഡെൽറ്റ H എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ QP ദാറ്റ് ഈസ് ഈക്വൽ ടു CP into delta T. ഇക്വേഷൻ ഓർത്തിരിക്കുക. For 1 mole of an ideal gas, delta H എന്താണ്? ഇന്റേണൽ എനർജിയുടെയും പ്രഷർ വോളിയത്തിന്റെയും കൂടെ ആകത്തുകയാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡെൽറ്റ H ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ PV. നമ്മള് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ PVക്ക് പകരം 1 മോൾ ഗ്യാസിന്റെ ആണെങ്കിൽ PV ദാറ്റ് ഈസ് ഈക്വൽ ടു RT ആണ്. PVക്ക് പകരം RT നമ്മളിവിടെ കൊടുത്തു. ഡെൽറ്റ യു പ്ലസ് R ഇൻറ്റു ഡെൽറ്റ T അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദെയർഫോർ ഡെൽറ്റ H ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് R ഇൻറ്റു ഡെൽറ്റ T. നമുക്ക്
ഏത് വിധേനയും പല വിധത്തിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എഴുതാൻ പറ്റും. ഡെൽറ്റ എച്ച് നമ്മൾ പഠിച്ചായിരുന്നു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പഠിച്ചു. അതിനെ തന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? ഡെൽറ്റ യു പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സി പി ഡെൽറ്റ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി ദെയർഫോർ സി പി ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ദെയർഫോർ സി പി മൈനസ് സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ഈക്വേഷൻ നമ്മൾ കണ്ടതാണ്. ഇത് കാണാതെ പഠിക്കുക. ഏതാണ് കാണാതെ പഠിക്കേണ്ടത്? ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഏതാ? സി പി മൈനസ് സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കണ്ടു. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ത്രൂ 1 Kelvin. ഓക്കെ. അതുപോലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് ദ സബ്സ്റ്റൻസ് ത്രൂ 1 degree Celsius ഓർ 1 Kelvin. ഓർത്തിരിക്കുക, സ്പെസിഫിക് ഹീറ്റും മോളാർ സ്പെസിഫിക് ഹീറ്റും. അടുത്താണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇന്റേണൽ എനർജി ചേഞ്ചും എൻതാൽപ്പി ചേഞ്ചും കണ്ടുപിടിക്കുന്നത്? മെഷർമെന്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച് കലോറിമെട്രി. എനർജി ചേഞ്ചസ് ക്യാൻ ബി മെഷർഡ് വിത്ത് എ കെമിക്കൽ ഓർ ഫിസിക്കൽ പ്രോസസ് ബൈ ആൻ എക്സ്പെരിമെന്റൽ ടെക്നിക്ക് കോൾഡ് കലോറിമെട്രി. ഇവിടെയാണ് പുതിയൊരു ടേം കൊണ്ടുവരുന്നത്, കലോറിമെട്രി എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഈ കലോറിമെട്രിക്കകത്ത് ഒരു വെസലുണ്ട്. ആ വെസലിൽ പറഞ്ഞ കലോറിമീറ്റർ. ആ കലോറിമീറ്റർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ്. ആ ലിക്വിഡിന്റെ വോളിയം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. Knowing the heat capacity of the liquid in which the calorimeter immersed and the heat capacity of the calorimeter is possible to determine the heat evolved by measuring the temperature change under two conditions. കലോറിമെട്രി വെച്ച് നമുക്ക് ഇതിന്റെ പ്രോസസ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റന്റ് വോളിയം അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലുമാണ് അത് കണ്ടുപിടിക്കുന്നത്. 2 കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കണം. ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്നത് ബോം കലോറിമീറ്ററിലൂടെയാണ്. ഇതാണ് ബോം കലോറിമീറ്റർ. ഫോർ ഡെൽറ്റ യു മെഷർമെന്റ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് ഹെൻസ് ദിസ് മെഷർമെന്റ്സ്. നമുക്കിവിടെ കാണുകയാണ് സ്റ്റീൽ വെസൽ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ബാത്ത്. ദ ഹോൾ ഡിവൈസ് ഈസ് കോൾഡ് കലോറിമീറ്റർ. ഈ കലോറിമീറ്ററിനെ ആണ് ബോം കലോറിമീറ്റർ എന്നാണ് പറയുന്നത്. ഈ ബോം കലോറിമീറ്റർ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇന്റേണൽ എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻതാൽപ്പി ചേഞ്ച് കലോറിമീറ്റർ ഫോർ മെഷറിംഗ് ഔട്ട്കമ്മിങ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. അതായത് കലോറിമീറ്റർ വെച്ച് നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലെങ്കിൽ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റേണൽ എനർജി ബോം കലോറിമീറ്റർ വെച്ചും കണ്ടുപിടിക്കാൻ സാധിക്കും. We can measure heat change. Heat change എന്ന് പറഞ്ഞാൽ എന്താണ്? എൻതാൽപ്പി at a constant pressure in a calorimeter by the following technique. അതായത് ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ആൻഡ് therefore heat absorbed or evolved QP. At constant pressure is also called heat of reaction or enthalpy of reaction in an exothermic reaction. ഇവിടെ heat is evolved and system loses heat to the surrounding. Therefore QP will be negative. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഈ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ക്യൂ പി ആൻഡ് ഡെൽറ്റ എച്ച് വിൽ ബി പോസിറ്റീവ്. എൻഡോതെർമിക്കിന് ക്യൂ പി ഡെൽറ്റ എച്ചും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എൻഡോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. മറ്റേത് നഷ്ടപ്പെടുന്നു, മൈനസ് എക്സോ. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ബോം കലോറിമീറ്ററും ഒക്കെ നമുക്ക് ഇന്റേണൽ എനർജിയും എൻതാൽപ്പി ചേഞ്ചും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. നമ്മൾ തെർമോഡൈനാമിക്കിനകത്ത് പല പ്രോപ്പർട്ടീസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ്. അതിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ഈ പ്രോപ്പർട്ടീസിനെ, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് നമുക്കൊന്ന് പഠിക്കാം. Extensive property is a property whose value depends on the quantity or size of matter present in the system. അതായത് അതിനകത്ത് നമ്പർ ഓഫ് അല്ലെങ്കിൽ എമൗണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാസ്, വോളിയം ഒക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മാസ്, വോളിയം, ഇന്റേണൽ എനർജിയൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതായത് മാസ്, നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടോട്ടൽ ഇപ്പം 40 പേരുണ്ടെങ്കിൽ ആ 40 കുട്ടികളെ മാസ് എടുക്കണം, അല്ലെ? വെയിറ്റ് എടുക്കുന്ന പോലെയാണ്.
അതുപോലെയാണ് അന്നേരം ആരുടെയെങ്കിലും, അതായത് ആ നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ് അവിടെ അതിന്റെ മാസ് വരുന്നത്. എന്നാൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോപ്പർട്ടി ഹൂസ് വാല്യൂ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര. അതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് എന്നാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീവ്. എക്സ്റ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? മാസ്, വോളിയം, ഇന്റേണൽ എനർജി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട്. അതായത് നമ്മളിപ്പം നമുക്ക് റൂം ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ക്ലാസ്സിനകത്ത്, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര 40 പിള്ളേരുണ്ട്, ആ 40 പിള്ളേരുണ്ടെങ്കിൽ അവിടുത്തെ റൂം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും. ഇനി നിങ്ങളെല്ലാവരും ഇന്റർവെല്ലിന് വിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരു 3-4 കുട്ടികളെ ഉള്ളൂ. അവിടെ അന്നേരം 2 പേരെ ഉള്ളതിലും അവിടുത്തെ എന്തായിരിക്കും? റൂം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും, അല്ലെ? ഈക്വൽ തന്നെയായിരിക്കും. അതാണ് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതായത് എമൗണ്ടിനെ ആശ്രയിച്ചല്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇന്റൻസീവ് പ്രോപ്പർട്ടി ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഒക്കെ അതാണ്. A molar property, the value of extensive property of the system, 1 mole of the system. If n is the amount of matter, then m that is equal to x by n is independent of the amount of matter. The density എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം എന്നാണ്. എന്നിട്ട് അത് ഇൻഡിപെൻഡന്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നവിടെ. Thermodynamic property can be divided into 2 classes, intensive and extensive property. Intensive property is independent of the amount of mass. ഓർത്തിരിക്കുക, intensive property is independent of the amount of mass. Independent, സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. എക്സാമ്പിൾ: ടെമ്പറേച്ചർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, കളർ, പ്രഷർ, ഇതെല്ലാം എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നിങ്ങളുടെ ഡെഫിനിഷൻ കാണാതെ പഠിക്കണം. എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? ഇന്റൻസീവ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാസ്. എളുപ്പവഴി പറയാം, ഇന്റൻസീവ്, ആദ്യത്തെ അക്ഷരം IN, അല്ലെ? അതുപോലെ ഇൻഡിപെൻഡന്റ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് എന്നുള്ള ടേം ഓർത്തിരിക്കുക. എമൗണ്ടിനെ ആശ്രയിക്കാതെ ഇരിക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ടെമ്പറേച്ചർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി ഒക്കെ ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. 2 എക്സാമ്പിൾ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ദാറ്റ് ചേഞ്ചസ് വെൻ ദ സൈസ് ഓഫ് ദ സാമ്പിൾ ചേഞ്ചസ്. സൈസ് വ്യത്യാസപ്പെടുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി വ്യത്യാസപ്പെടുന്നു. എക്സാമ്പിൾ: മാസ്, വോളിയം, എൻട്രോപ്പി, എനർജി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഇതെല്ലാം എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ തെർമോഡൈനാമിക്കിനകത്ത് പഠിച്ചു. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ആയിരുന്നു, അല്ലെ? എന്തായിരുന്നു? ദ എനർജി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. പ്രഷർ വോളിയം വർക്ക് മൈനസ് P ഡെൽറ്റ V ആയിരുന്നു. അടുത്തായിട്ട് പഠിച്ചു എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജിനെയാണ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടിയും. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. അതിന്റെ എക്സാമ്പിൾ: ഇന്റൻസീവ് പ്രോപ്പർട്ടി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. അതിന്റെ എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഒക്കെ ഉള്ളത്. ഇനി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫസ്റ്റ് ലോയുടെ ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണെന്ന് പഠിച്ചു. അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻ ബിറ്റ്വീൻ H ആൻഡ് U, ഡെൽറ്റ H ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ nRT. അതുപോലെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ Q ദാറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു ഡെൽറ്റ T, വെർ C ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി. ഇനി റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV എന്തായിരുന്നു? CP മൈനസ് CV ദാറ്റ് ഈസ് ഈക്വൽ ടു R. എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ തെർമോഡൈനാമിക്കിനെ പറ്റിയുള്ള പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.